Dear students, വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെസിഫിക് കോസ്റ്റ് ആയിട്ടുള്ള ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അത്രയും ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസസ് മാർക്കറ്റിൽ കൂടുന്നില്ലെങ്കിൽ പോലും ഇൻടാക്റ്റ് ആയിട്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഏൺ ചെയ്യേണ്ട ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞതായിട്ടുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ? അതിപ്പോൾ എങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ആൻ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. ക്ലിയർ? ശരിക്കുള്ളൊരു ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആയിട്ടാണ് അല്ലേ. സാധാരണ നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് അല്ലേ, ഡെപ്റ്റിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു കോസ്റ്റാണ്. ക്ലിയർ? പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു കോസ്റ്റേ അല്ല കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ഒരു എക്സ്പെൻസ് അല്ലെ, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന നിലയിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നുണ്ട്. കാരണം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ അവർക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് കിട്ടുമായിരുന്നു. ക്ലിയർ? അതുകൊണ്ട് തന്നെ അവരെന്ത് പ്രതീക്ഷിക്കുന്നു? ദേ എക്സ്പെക്ട് സംതിങ്, ക്ലിയർ, മിനിമം ഫ്രം എ ബിസിനസ്. ക്ലിയർ? അപ്പോൾ ആ മിനിമമാണ്. അതുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നില്ല? ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് കമ്മിറ്റഡ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ലാഭം ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ. കമ്പനികൾ യൂഷ്വലി ലാഭം ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കും. പക്ഷേ ഡിവിഡൻഡ് കൊടുത്തോളം നിർബന്ധമില്ല. മാത്രമല്ല ഡിവിഡൻഡിന് സംബന്ധിക്കുന്ന ഒരു ക്ലെയിം അവർക്ക് ഉന്നയിക്കാനും കഴിയില്ല. ക്ലിയർ? അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബോഡി ആയിട്ടുള്ള അല്ലേ, അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അല്ലേ പബ്ലിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ തീരുമാനം അനുസരിച്ച് സാങ്ഷൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ഒബ്ലിഗേഷൻ ഇല്ല എന്നതുകൊണ്ട് മാത്രം ഇതൊരു കോസ്റ്റ് ഫ്രീ ക്യാപിറ്റലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനും കോസ്റ്റ് ഉണ്ട്. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ? സോ ഷെയർ ഹോൾഡേഴ്സ് മറ്റെവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെയോ റിട്ടേൺ കിട്ടുമായിരുന്നു. അത് ഫൊർഗോ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ഒരു മിനിമം റേറ്റ് എങ്കിലും ക്ലിയർ കമ്പനി ഏൺ ചെയ്തിരിക്കണം. ക്ലിയർ? സോ ദാറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് വിൽ നോട്ട് ഫാൾ. ക്ലിയർ? മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് കുറയാതെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അവർ ഏൺ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ നേരത്തെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസൊക്കെ നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നോക്കുമ്പോൾ ചെയ്തിരുന്നു അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? P0 = D1 ഡിവൈഡഡ് ബൈ KE എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. സോ therefore കോസ്റ്റ് ഓഫ് ഇക്വിറ്റി = D divided by NP or D divided by MP. Clear? So D means expected dividend. അല്ലേ, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ D1 എന്നാണ് പറയുക സാധാരണ. ക്ലിയർ? സോ D or D1, KE stands for cost of equity, NP stands for the net proceeds. നെറ്റ് പ്രൊസീഡ്സ് തന്നിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എടുക്കാം. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആകുന്നതിന് P0 എന്നാണ് പറയുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് D1 ഡിവൈഡ് ബൈ P0 × 100 ചെയ്താലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും. ക്ലിയർ? ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിഡീമബിൾ ഇറഡീമബിൾ അങ്ങനെയൊന്നും വരുന്നില്ല. ക്ലിയർ? ഇക്വിറ്റിക്ക് എന്തില്ല? ഈ ഓർഡിനറി ഷെയർസിൻ്റെ നേച്ചറിൽ റിഡീമബിലിറ്റി നോർമലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വേർതിരിവൊന്നുമില്ല. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ബിഫോർ ടാക്സ് ആഫ്റ്റർ ടാക്സ് ഒന്നും ഇവിടെ ഇംപ്ലിക്കേഷൻ ഇല്ല. കാരണം ടാക്സ് ഷീൽഡോ ടാക്സ് അഡ്വാൻറ്റേജോ ഇവിടെ ലഭിക്കുന്നില്ല. So dividend price ratio method does not consider growth of the dividend. ഈ മെത്തേഡിന് ചില
ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ, ഇവിടെ D1 ഡിവൈഡഡ് ബൈ NP അല്ലെങ്കിൽ ഡി എടുക്കുന്നു അല്ലേ, MP എടുക്കുന്നു അല്ലെങ്കിൽ NP എടുക്കുന്നു. ക്ലിയർ? ഇവിടെ എന്തെടുക്കുന്നില്ല, ഓരോ വർഷവും ഡിവിഡൻഡ് എത്രമാത്രം ഗ്രോ ചെയ്യുന്നു നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഡിവിഡൻഡിൻ്റെ ഗ്രോത്ത് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ് നമുക്ക് പറയാം. ക്ലിയർ? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി ഫ്യൂച്ചർ ഏർണിങ്സ് ഓർ റിട്ടേൺ ഏർണിംഗ്. ക്ലിയർ? അതുപോലെ തന്നെ ഇത് ഗ്രോത്ത് റേറ്റ് എടുക്കുന്നില്ല. ക്ലിയർ? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി ക്യാപിറ്റൽ ഗെയിൻസ്. ഇങ്ങനെയുള്ളതൊക്കെ ഒരു പ്രോബ്ലമായി. ഡിവിഡൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ, ക്യാപിറ്റൽ ഗെയിൻ എടുക്കുന്നില്ല. സാധാരണ ഒരു ഷെയർ എന്നുള്ള റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുക ഡിവിഡൻഡ് മാത്രമല്ല ക്യാപിറ്റൽ ഗെയിൻ കൂടെ വരും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസിന് ഇതുണ്ട് എങ്കിൽ പോലും ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡായിട്ട് നമുക്ക് അറിയപ്പെടും. ഓക്കെ, സോ എ കമ്പനി ഇഷ്യൂസ് 1000 equity shares of ₹100 each at a premium of 10%. 10% നിരക്കിൽ. ക്ലിയർ? പ്രീമിയത്തോടുകൂടി ₹100 ഷെയർസ് 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. ക്ലിയർ? സോ ദ കമ്പനി ഹാസ് ബീൻ പേയിങ് 20% dividend on equity shareholders for the past 5 years. Clear? And is expected to maintain the same in the future also. ക്ലിയർ? അപ്പോൾ D1 അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 20% ഓഫ് ദി ഷെയർ ആണ്. ക്ലിയർ? അതാണ് കൊടുക്കുന്നത്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ക്ലിയർ? ലാഭത്തിൻ്റെ ശതമാനമല്ല, പിന്നെന്താണ്, ലാഭവിഹിതമായിട്ട് ഷെയർസിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് വരിക. 20% മീൻസ് വാട്ട്, 20% ഓൺ ദി ഫേസ് വാല്യൂ. ക്ലിയർ? ദെൻ dividend to equity shareholders for the first, അത് പറഞ്ഞു. And compute the cost of equity capital if it makes any difference if the market price of the equity share is ₹160. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ NP വെച്ചിട്ട് എടുക്കണം. പിന്നീട് മാർക്കറ്റ് പ്രൈസ് 160 രൂപയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണെന്നും കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് രീതിയിലും കണ്ടുപിടിക്കുക. ഒന്ന്, ആദ്യത്തെ മെത്തേഡ് നോക്കാം. ക്ലിയർ? സോ K = D ഡിവൈഡ് ബൈ NP. സോ 20 അല്ലേ, 100 × 20% പറയുമ്പോൾ 20/100 സമം നമുക്ക് എത്ര കിട്ടും, 20 കിട്ടും. ക്ലിയർ? നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കിട്ടുക, ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. ക്ലിയർ? പ്രീമിയം ഈസ് 10%. സോ ഫേസ് വാല്യൂ ഈസ് 100 ആൻഡ് പ്രീമിയം ഈസ് 10 ആൻഡ് therefore NP is 110. Clear? Therefore 18.18% is the cost of equity. Clear? So if we are taking NP, net proceeds, then cost of equity is 18.18%. Then by taking market price, cost of equity എങ്ങനെയായിരിക്കും വരിക, so D divided by MP into 100 അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് D is already calculated 20, market price is given as 160 and therefore cost of equity comes to 12.5%. Clear? അപ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും ഒരു ഹയർ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് നിലനിൽക്കുന്നതുകൊണ്ട് ക്ലിയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? അപ്പോൾ 20% ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിലും ക്ലിയർ, അവർ പ്രതീക്ഷിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കുന്ന റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്, 12.5% ആണ്. ബിക്കോസ് മാർക്കറ്റിൽ 160 റുപ്പീസിന് ഷെയർ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്. ക്ലിയർ? ഇതിൻ്റെ പെർസെൻറ്റേജ് കുറയും തോറും, ക്ലിയർ, ഫോർ എക്സാമ്പിൾ 100 റുപ്പീസ് തന്നെയാണെന്ന് വിചാരിക്കുക മാർക്കറ്റ് പ്രൈസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 20% തന്നെ കിട്ടും. ക്ലിയർ? 20% കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് 100 തന്നെയാണെന്ന് വിചാരിക്കുക, അപ്പോഴും 20% തന്നെ കിട്ടും. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ നെറ്റ് പ്രൊസീഡ്സ് ഫേസ് വാല്യൂവിനേക്കാളും കൂടുകയോ അല്ലേ, അതുപോലെ മാർക്കറ്റ് പ്രൈസ് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലേ അതിൻ്റെ ഡിവിഡൻഡിൻ്റെ റേറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, കുറയാൻ തുടങ്ങുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ, കാരണം അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നൊരു കാര്യങ്ങളൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ടാണ് അവർക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ഓക്കെ, സോ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ്, ഇനി നമ്മൾ ഇത് നോക്കിയത് ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ്. ക്ലിയർ? അതുപോലെ തന്നെ കോസ്റ്റ്, നമ്മൾ ഇക്വിറ്റിയുടെ വാല്യുവേഷനൊക്കെ നോക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കണ്ടായി അല്ലേ. P0 എന്ന് പറയുന്നത് P0 = ക്ലിയർ, എന്താണ് നമ്മൾ നോക്കിയത്, D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G, ഇങ്ങനെ ഒരു ഫോമുല നമ്മൾ പഠിച്ചിരുന്നു. ക്ലിയർ? ഇത് ഗോർഡൻസ് ഫോമുല എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യുന്നു, G അല്ലേ. ഇപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ ആദ്യത്തെ ഒരു ലിമിറ്റേഷനാണ് അതിൽ ഗ്രോത്ത് എടുക്കുന്നില്ല എന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് ഈൽഡിനോടൊപ്പം പ്ലസ് ഗ്രോത്ത് കൂടെ എടുത്തിട്ട് ചെയ്യുന്നു. ക്ലിയർ? അത് ഗോർഡനാണ് ഇങ്ങനെ ഒരു മെത്തേഡ് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് ഇത് എന്ത് പറയുന്നു, ഗോർഡൻസ് മോഡൽ. ക്ലിയർ? സോ ഗോർഡൻസ് മോഡൽ അനുസരിച്ച് ഓക്കെ ഇങ്ങനെയുള്ള ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് അനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ
എന്തുകൂടെ ചെയ്യുന്നു, ജി എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ്, ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. So when the dividend of the firm are expected to grow at a constant rate and the dividend payout ratio is the same, is constant, this method may be used to compute the cost of equity. Clear? ഈ മെത്തേഡ് എപ്പോഴാണ് സ്യൂട്ടബിൾ ആയിട്ട് വരിക? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. എന്താ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ? കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ക്ലിയർ ഒരു നിശ്ചിത ശതമാനം, ഫോർ എക്സാമ്പിൾ എല്ലാ വർഷവും 60% പ്രോഫിറ്റ് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നു. ക്ലിയർ? അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പേ ഔട്ട് വരികയാണെങ്കിൽ, ഒന്നുകിൽ 100% അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഡിവിഡൻഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റേറ്റിലാണ് ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ക്ലിയർ? സോ അപ്പോൾ അവിടെ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞാൽ P0 = D1 / KE - G ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ KE എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്ലിയർ? ആൻഡ് ദെയർഫോർ KE = ക്ലിയർ D1 / NP + G. ഈ NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ക്ലിയർ? അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഇൻസ്റ്റെഡ് ഓഫ് NP MP വേണമെങ്കിലും എടുക്കാം. ദാറ്റ് ഈസ് MPക്ക് വേറെ രീതി പറഞ്ഞാൽ P0 എന്നാണ് പറയാം. ക്ലിയർ? ഓക്കെ. സോ D1 / NP + G. ക്ലിയർ? ഇനി D1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? D0 കറൻറ്റ് ഡിവിഡൻഡ് ഇൻറ്റു 1 + G ആണ് എടുക്കുക. ക്ലിയർ? അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ക്ലിയർ ഈ D1ന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? D0 × 1 + G എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ക്ലിയർ? നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ D1, D2, D3, D4 ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ എന്നൊക്കെ നോക്കുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ ഇവിടെ D0 × 1 + G / NP നെറ്റ് പ്രൊസീഡ്സ് + G. അപ്പോൾ ഈ G ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്മോൾ ലെറ്റർ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നൊട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. So KE stands for cost of equity. D1 is expected dividend at the end of the first year. NP is the net proceeds. Clear? Instead of NP, you can also use MP. Clear? Or current market price P0. G is the growth rate and dividend, and D0 is previous year's dividend or current dividend. Okay. So further in this case, cost of existing equity share capital is to be calculated. The NP should be changed with MP. Clear? ഇനിയിപ്പോൾ കറണ്ട് ആയിട്ടുള്ളൊരു കേസസിൽ എക്സിസ്റ്റിംഗ് ഇക്വിറ്റിയുടെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ, നെറ്റ് പ്രൊസീഡ്സ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? MP ഉപയോഗിച്ച് ചെയ്യാം, മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ച് ചെയ്യാം, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ച് ചെയ്യാം. ക്ലിയർ? ഓക്കെ. MPക്ക് പകരമാണ് P0 എന്ന് വേണമെങ്കിൽ നമുക്ക് നൊട്ടേഷൻ കൊടുക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലിയർ? സോ എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 new shares of ₹100 each at par. Clear? 100 രൂപ വിലയുള്ള ഷെയർസ് 1000 എണ്ണം ക്ലിയർ ഇഷ്യൂ ചെയ്യാം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5% ഓഫ് ദി ഷെയർ പ്രൈസ്. ക്ലിയർ? ഷെയർ പ്രൈസിൻ്റെ 5% ആണ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് ആയിട്ട് പറഞ്ഞു. ക്ലിയർ? അറ്റ് പാർ ആണ്. അപ്പോൾ 100 രൂപയുടെ തന്നെ 5% നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? ദെൻ കമ്പനി പേയ്സ് എ ഡിവിഡൻഡ് ഓഫ് 10 per share. ക്ലിയർ? ഇനീഷ്യലി കമ്പനി എന്ത് ചെയ്തു? 10 രൂപ വെച്ചിട്ടാണ് ഇനീഷ്യലായിട്ട് എന്ത് കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കുക. And the growth rate in dividend is expected at 5%. എല്ലാ വർഷവും 5% വെച്ച് ഡിവിഡൻഡ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ക്ലിയർ? ഓക്കെ. ദെൻ കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ക്ലിയർ? പുതിയ ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ B, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 150 രൂപയാണെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായിട്ട് മാറും? ക്ലിയർ? അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം NP എടുത്തിട്ട് ചെയ്ത് നോക്കാം അല്ലേ? സോ KE = D1 / NP + G. D എന്ന് മാത്രമേ കൊടുത്തിട്ട് D1 എന്ന് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഓക്കെ. സോ വാട്ട് ഈസ് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലേ, ഇവിടെ തന്നിരിക്കുന്നത് D എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? 10 രൂപ എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നു. കാരണം കമ്പനി ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടേ ഉള്ളൂ. സബ്സിക്വൻ്റ്ലി ഡിവിഡൻഡ് കൊടുക്കുന്ന ആദ്യത്തെ ഇനീഷ്യലി 10 രൂപീസും പിന്നീട് മാറും. ക്ലിയർ? 5% വെച്ച് ഗ്രോ ചെയ്യുന്നതാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം. D = 10. ക്ലിയർ? നെറ്റ് പ്രൊസീഡ്സ് NP എടുക്കുമ്പോൾ എന്ത് ചെയ്യും? NP = face value minus floating cost. Clear? Floating cost is 5%, and therefore 100 minus face value 100 minus 5, that is equal to 95. Clear? 95 രൂപയായിരിക്കും വരിക. അപ്പോൾ
10 divided by 95 അല്ലേ പ്ലസ് 5%. ക്ലിയർ? 5% എന്ന് വെച്ചിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഡെസിമലായിട്ടാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യുക, 0.05 എടുക്കുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 divided by 95 പ്ലസ് 0.05 ഇങ്ങനെ എടുത്താലും മതി. ക്ലിയർ? അപ്പോൾ ഡെസിമലായിട്ട് കിട്ടും. സോ യു വിൽ ഗെറ്റ് 0.1053 plus 0.05. So that is equal to 0.1553. Clear? So that is 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 15.53. ഓക്കെ, അപ്പോൾ 15.53 ആണ് വരുന്നത്. ക്ലിയർ? ഇനിയിപ്പോൾ D1 എന്നുള്ള രീതിയിലാണ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, ആദ്യത്തെ വർഷത്തെ ഡിവിഡൻഡ് എന്നുള്ള 10 എടുത്തിരിക്കുന്നത്, ഇനീഷ്യൽ ഡിവിഡൻഡ് എന്നുള്ളത്. ക്ലിയർ? ഇനി സബ്സിക്വൻ്റ്ലി അടുത്തൊരു വർഷത്തെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. എന്തായിരിക്കും വരിക? ഇതേ ഇൻറ്റു 1 + g ചെയ്യണം. ക്ലിയർ? 1 + g എത്രയാണ്? g = 5%. അപ്പോൾ 10 ഇൻറ്റു 1 + 0.05. ക്ലിയർ? 1.05 എടുക്കണം. ക്ലിയർ? അപ്പോൾ 10ന് 1.05 വരുന്ന സമയത്ത് എത്ര വരും? 10.5 വരും. ക്ലിയർ? 10.5 ക്ലിയർ ഡിവൈഡഡ് ബൈ 95 എന്നുള്ള രീതിയിൽ എടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബി പാർട്ടിലേക്ക് വരാം. എം പി എടുത്തിട്ട് ചെയ്യുന്ന കേസിൽ വരാം. ഇപ്പോൾ ഇവിടെയും ഡി നമ്മൾ എന്ത് ചെയ്തു? 10 രൂപ ഇനീഷ്യൽ ഡിവിഡൻഡ് എടുത്തു. ക്ലിയർ? എം പി = 150 ആണ്, പ്ലസ് 5%. അപ്പോൾ 6.67% പ്ലസ് 5%, ദാറ്റ് ഈസ് ഈക്വൽ ടു 11.67%. അപ്പോൾ 11.67% ഈ കേസിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? ഇവിടെയും നെക്സ്റ്റ് ഇയറിലുള്ള ഒരു കേസാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 ഇൻറ്റു 1 + 0.05 അല്ലേ, 5% ഗ്രോത്ത് കൂടെ ആഡ് ചെയ്യുമ്പോൾ 10.5 ഡിവൈഡ് ബൈ 150. അപ്പോൾ എന്താണോ റേറ്റ് കിട്ടുക അതായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ചെറുതായിട്ട് വ്യത്യാസം വരും. ഓക്കെ, സോ another example is given. Clear? So the share of a company is selling at rupees 40 per share and it had been paid a dividend of rupees 4 per share the last year. The investors market expects a growth rate dividend of 5% per year. Clear? Then compute the company's equity share, company's cost of equity share capital. If the anticipated growth rate is 7% per annum, calculate the indicated market price. Clear? അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. 40 rupees ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ? ദെൻ ഡിവിഡൻഡ് തന്നിരിക്കുന്നത് 4 രൂപ എന്ന് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? ദെൻ അത് 5% വെച്ച് ഗ്രോ ചെയ്യുന്നു. ക്ലിയർ? g = 5% തന്നിട്ടുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടിൽ തന്നിരിക്കുന്നത് 7% ആയിട്ട് ഗ്രോത്ത് റേറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം കെയുടെ ഫോർമുല ചെയ്യുന്നു അല്ലേ, k = D1 / MP + G. ക്ലിയർ? സോ എങ്ങനെയാണ് D1 കണ്ടുപിടിക്കുക? D0 × 1 + G ആണ്. ക്ലിയർ? ഇവിടെ 4 എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തിരിക്കുന്നത്? D0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ D0 = 4. therefore D1 എങ്ങനെ കണ്ടുപിടിക്കും? D1 = 4 × 1 + 0.05 ഗ്രോത്ത് റേറ്റ്. ക്ലിയർ? 1 + G അങ്ങനെ വരുന്ന സമയത്ത് 4 × അല്ലേ 1.05 10.5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. യു മേ കറക്റ്റ് ഇറ്റ് ആസ് 1.05. ക്ലിയർ? സോ 1.05 ആണ് വരിക. 4 × 1 അല്ലേ 1.05 എന്ന് പറയുമ്പോൾ 4.2 വരും. ക്ലിയർ? ദെൻ ഡിവൈഡഡ് ബൈ 40, മാർക്കറ്റ് പ്രൈസ് ഈസ് 40. ദെൻ 5% കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 10.5% പ്ലസ് 5%, ദാറ്റ് ഈസ് ഈക്വൽ ടു 15.5%. ക്ലിയർ? 55%. 15.55 ഇവിടെ ഡെസിമൽ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. 15.55 അല്ലെങ്കിൽ 0.1555 അങ്ങനെയാണ് വരിക. ക്ലിയർ? ഡെസിമലാക്കി എടുക്കുമ്പോൾ അങ്ങനെയാണ് വരിക. ഇനി സപ്പോസ് ഗ്രോത്ത് റേറ്റ് 7% ആയിട്ട് മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ k = ക്ലിയർ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് D1ൻ്റെ എമൗണ്ട് മാറും, 4.28 ആയിട്ട് മാറും. ക്ലിയർ? MP നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ MP നമ്മൾ എന്ത് ചെയ്യണം? പുതിയ MP തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? MP കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? MP = മാർക്കറ്റ് പ്രൈസ് = അല്ലേ D1 / K - G. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ക്വസ്റ്റ്യനിൽ?
if the growth rate is 7%, calculate the indicated market price of the share ആണ് ക്ലിയർ. മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ മാർക്കറ്റ് പ്രൈസ് അല്ലേ? P0 ഈക്വൽ ടു നമ്മൾ നേരത്തെ നോക്കിയുള്ള ഫോമുലയാണ് D1 ഡിവൈഡ് ബൈ KE മൈനസ് ജി, അല്ലെങ്കിൽ MP ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ KE മൈനസ് ജി. അപ്പോൾ തന്നിരിക്കുന്ന വേരിയബിൾസ് ഒക്കെ നോക്കുക അല്ലേ. വാട്ട് ഈസ് D1 4.28 ഈസ് ദി D1. KE ഈസ് ക്ലിയർ. KE എത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്? 15.5%, 15.5 ക്ലിയർ. 15.5% മൈനസ് ജി എത്രയാണ്? 5% ആണോ അതോ 7%? 7 ആണ് ഇവിടെ തന്നെ അല്ലേ. ഇഫ് ജി 7%, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 15.5 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 8.5% ഡിനോമിനേറ്റർ ആയിട്ട് വരും. ന്യൂമറേറ്റർ 4.28 തന്നെയാണ് ക്ലിയർ. അപ്പോൾ 50.35 ക്ലിയർ. 50.35 ആണ് മാർക്കറ്റ് പ്രൈസ്. എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം ക്ലിയർ. സോ മാർക്കറ്റ് പ്രൈസ് എക്സ്പെക്റ്റഡ് ഈസ് 50.35. ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം ക്ലിയർ. ഇനി ചിലപ്പം നമ്മളടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ക്ലിയർ. KE തന്നിട്ടുണ്ട്, D1 തന്നിട്ടുണ്ട്, MP തന്നിട്ടുണ്ട്, G തന്നിട്ടില്ല. അപ്പോൾ G കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഈ ഫോമുല KE ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ MP പ്ലസ് G, ഈ ഫോമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? ഗ്രോത്ത് റേറ്റ് ഈക്വൽ ടു G ഈക്വൽ ടു KE മൈനസ് D1 ഡിവൈഡ് ബൈ MP ക്ലിയർ. D1 ഡിവൈഡ് ബൈ MP ആദ്യം ചെയ്ത ശേഷം KE എന്ത് ചെയ്യുക? KE നിന്ന് അത് മൈനസ് ചെയ്യുക ക്ലിയർ. സോ KE മൈനസ് D1 ഡിവൈഡ് ബൈ MP ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്ലിയർ ഗ്രോത്ത് റേറ്റ്. സപ്പോസ് ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നിട്ടില്ല, പകരം ഡിവിഡൻഡ് അല്ലേ D1 തന്നിട്ടുണ്ട് 10 ക്ലിയർ. അതുപോലെ തന്നെ MP തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ MP തന്നിട്ടുണ്ട് 100 ആണ്. ഓക്കെ, അതുപോലെ തന്നെ KE തന്നിട്ടുണ്ട് 15% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? KE ദാറ്റ് ഈസ് 15.15 മൈനസ് 10 ഡിവൈഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ക്ലിയർ. അങ്ങനെയാണെങ്കിൽ 0.15 മൈനസ് 0.1 ഈക്വൽ ടു 0.05 ദാറ്റ് ഈസ് ഈക്വൽ ടു 5% ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% എന്ന് കിട്ടും. ഇപ്പോൾ ഗ്രോത്ത് റേറ്റ് തന്നിട്ടില്ല എങ്കിൽ ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ അസർട്ടൈൻ ചെയ്യാം. ഓക്കെ, ഇനി വേറെ ചില കേസസിൽ ഒന്നിൽ കൂടുതൽ പീരീഡിലേക്ക് ഡിവിഡൻ്റ് ഒക്കെ വരുന്നതാണെങ്കിൽ, ഡിവിഡൻ്റ് ഗ്രോ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മൾട്ടി പീരീഡ് സിറ്റുവേഷനോ മൾട്ടി സ്റ്റേജ് ഗ്രോത്ത് റേറ്റ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരു മൾട്ടി പീരീഡ് ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? D0 ഉണ്ടാവും, D1 ഉണ്ടാവും, അല്ലെങ്കിൽ D2 ഉണ്ടാവും, D3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സക്സസീവ് ആയിട്ടുള്ള 2 ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡിനെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ക്ലിയർ. സോ ഫോർ എക്സാമ്പിൾ D0 കറൻറ്റും എക്സ്പെക്റ്റഡ് അറ്റ് ഫസ്റ്റ് ഇയർ ക്ലിയർ. കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡും ഫസ്റ്റ് ഇയറിലെ നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡും രണ്ടും കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് രണ്ടും സക്സസീവ് ആണ്, D0 D1 ക്ലിയർ. അപ്പോൾ D0 ഈക്വൽ ടു 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? D1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സാധാരണ നോർമലി D1 ഈക്വൽ ടു അല്ലേ D0 ഇൻറ്റു 1 പ്ലസ് G ആണ് ക്ലിയർ. അപ്പോൾ അങ്ങനെ നമ്മൾ 10 ഇൻറ്റു 1 പ്ലസ് 0.05 പറയുമ്പോൾ 10.5 എന്ന് കിട്ടും. അപ്പോൾ 10.5 ആണ് D1. D എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? G കാൽക്കുലേറ്റ് ചെയ്തൂടെ? കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദർഫോർ G ഈക്വൽ ടു D1 മൈനസ് D0 ഡിവൈഡ് ബൈ D0 ഇൻറ്റു 100 ക്ലിയർ. അതായത് എന്താണോ ഡിഫറൻസ് വന്നിരിക്കുന്നത് എടുത്തിട്ട് അല്ലേ ഇതും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ. കഴിഞ്ഞ വർഷവും ഈ വർഷത്തിൽ തമ്മിലുള്ള ഡിവിഡൻഡിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഡിവിഡൻഡായി, ഗ്രോ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് കിട്ടും ക്ലിയർ. എക്സ്ട്രാ ഡിവിഡൻഡ് കിട്ടി. ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിൻ്റെ ഡിവിഡൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറണ്ട് ഇയർ ഫസ്റ്റ് ഇയറിലെ എൻഡിലുള്ള ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് 10.5 ആണ്. കറണ്ട് ഇയർ ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രീവിയസ് ഡിവിഡൻഡ് 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 0.5 50 പൈസ അല്ലെങ്കിൽ 0.5 ഡിഫറൻസ് ആയിട്ട് കിട്ടും. ഡിവൈഡ് ബൈ 10 ആണ് പ്രീവിയസ് ഡിവിഡൻഡ് ക്ലിയർ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 5% കിട്ടും ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസീവ് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ D1 ഉണ്ട് D2 ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? D2 മൈനസ് D1 ഡിവൈഡ് ബൈ D1 ഇൻറ്റു 100 ക്ലിയർ. അപ്പോഴും ഗ്രോത്ത് റേറ്റ് കിട്ടും അല്ലേ. അപ്പോൾ D3 ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ D3 മൈനസ് D2 ഡിവൈഡ് ബൈ D2 ഇൻറ്റു 100. ഇങ്ങനെ ഓരോന്നും സക്സസീവ് ആയിട്ട് 2 ഉണ്ടെങ്കിൽ അപ്പോഴും ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം.
ക്ലിയർ. ഇനി അതുപോലെ തന്നെ ചില സമയത്ത് ഗ്രോത്ത് റേറ്റ് അങ്ങനെയൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ജി എന്ന് പറയുന്നത് ഈക്വൽ ടു ബി ഇൻറ്റു ആർ. ക്ലിയർ. ഇത് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻസ് ഒക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കും. ക്ലിയർ. വേറെ ബി ഈക്വൽ ടു റീടെൻഷൻ റേഷ്യോ ആൻഡ് ആർ ഈക്വൽ ടു റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു കമ്പനിയുടെ ഉണ്ടാക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണും തന്നിട്ടുണ്ട്, അവർ റീറ്റെയിൻ ചെയ്യുന്ന റിസർവ് ആക്കി വയ്ക്കുന്ന റീടെൻഷൻ റേഷ്യോ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റീടെൻഷൻ റേഷ്യോ ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രോത്ത് റേറ്റ് കിട്ടും. ക്ലിയർ. ഫോർ എക്സാമ്പിൾ 60% ആണ് പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നത്, ആകെയുള്ള ലാഭത്തിന് 60% റീറ്റെയിൻ ചെയ്യുന്നു. ദെൻ 10% റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കമ്പനി ഉണ്ടാക്കുന്നത് എങ്കിൽ 0.6 ഇൻറ്റു 0.1 ഈക്വൽ ടു 0.06 അല്ലെങ്കിൽ 6% എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ ഗ്രോത്ത് റേറ്റ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അഥവാ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ക്ലിയർ. ടേബിൾ ഉപയോഗിച്ച് കോമ്പൗണ്ട് ഫാക്ടർ ടേബിളാണ് വരിക. ക്ലിയർ. ഗ്രോത്ത് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ കിട്ടുന്നതായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഫാക്ടർ ടേബിളിൻ്റെ വാല്യൂ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ക്ലിയർ. ഫോർ എക്സാമ്പിൾ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഗ്രോത്തിൻ്റെ ഡിവിഡൻഡ് നമുക്ക് അസർട്ടൈൻ ചെയ്യണം. ക്ലിയർ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്ക് നോക്കൂ. സോ ഇത് D4 ഈക്വൽ ടു, ക്ലിയർ, D4 എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ. D4 ഈക്വൽ ടു 14 ഇൻറ്റു 1 പ്ലസ് ജി. 14 എന്ന് പറയുന്നത് D0 ആണെന്ന് വിചാരിക്കുക, പ്ലസ് 1 പ്ലസ് ജി റേസ് ടു 4. ക്ലിയർ. ഇതല്ലേ നമ്മൾ എഴുതുക ഓരോ വർഷത്തെയും, അല്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ റേസ് ടു ചെയ്യും. ക്ലിയർ. അപ്പോൾ D1 D2 D3 അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് D1 കാൽക്കുലേറ്റ് ചെയ്യാൻ, D2 കാൽക്കുലേറ്റ് ചെയ്യാൻ, D3 അല്ലേ, D4 ഇതൊക്കെ എഴുതുമ്പോൾ D1 എങ്ങനെ വരിക? അല്ലേ, D0 ഇൻറ്റു 1 പ്ലസ് ജി റേസ് ടു 1. D2 എങ്ങനെ വരും? D0 ഇൻറ്റു 1 പ്ലസ് ജി റേസ് ടു 2. D3 ഈക്വൽ ടു D0 ഇൻറ്റു 1 പ്ലസ് ജി റേസ് ടു 3. ഇപ്പോൾ D4 എന്ത് ചെയ്യും? D0 ഇൻറ്റു 1 പ്ലസ് ജി റേസ് ടു 4. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ. അതല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന രീതിയിൽ D4 ഈക്വൽ ടു, അല്ലേ, D3 ഇൻറ്റു 1 പ്ലസ് ജി എന്ന് മാത്രം വേണമെങ്കിൽ എഴുതാം. അപ്പോൾ D3 കണ്ടുപിടിക്കണം. അപ്പോൾ D1ഉം D2ഉം D3യും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും D0 ഇൻറ്റു 1 പ്ലസ് ജി റേസ് ടു 4 ആണ്, അല്ലേ, D4 എന്ന് പറയുന്നത്. D4ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ. ജി നമുക്കറിയില്ല. ക്ലിയർ. ദെൻ D0 തന്നിട്ടുണ്ട്. ഈ N എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 1 പ്ലസ് ജി റേസ് ടു 4 ഈക്വൽ ടു 17.02 ഡിവൈഡ് ബൈ 14. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.215 എന്ന് കിട്ടുന്നു. ക്ലിയർ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്തിട്ട്, ക്ലിയർ, ആ കോമ്പൗണ്ട് ഫാക്ടർ ടേബിളിൽ, ക്ലിയർ, എഗൻസ്റ്റ് ദ ഇയർ 4 4 വർഷത്തിന് നേർക്ക്, ക്ലിയർ, ഈ വാല്യൂ വരുന്നത് 1.25 വരുന്നത് എവിടെയാണെന്ന് നോക്കുന്നു. ക്ലിയർ. അപ്പോൾ അതിവിടെ വരുന്നത് 5% നേർക്കാണ്, നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വാല്യൂവിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഗ്രോത്ത് റേറ്റ് ആയിട്ട് എടുക്കാം. ക്ലിയർ. സോ ബൈ റെഫറിങ് ടു ദി compound factor table also we can find out the growth rate. Okay. അപ്പോൾ ഇതാണ് ഗ്രോത്ത് റേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ക്ലിയർ. അസർട്ടൈൻ. അപ്പോൾ അത് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇനി ഡിവിഡൻഡ് ഗ്രോത്ത് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് നോക്കാം. നമുക്ക് DCF അപ്രോച്ച്, അല്ലേ? ഇക്വിറ്റി വാല്യുവേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്. എന്താ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് നമ്മൾ ചെയ്യുന്നത്? അതായത് ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ P0 എന്ന് പറയുന്നത്, അല്ലേ, അവിടെ തന്നെ 2 തരത്തിൽ വരും. സിംഗിൾ പീരീഡ് വാല്യുവേഷൻ ഉണ്ടാവും, മൾട്ടി പീരീഡ് വാല്യുവേഷൻ ഉണ്ടാവും. സിംഗിൾ പീരീഡ് വാല്യുവേഷൻ എന്ന് പറയുന്നത് D1, ക്ലിയർ, ഡിവൈഡ് ബൈ 1 പ്ലസ് KE പ്ലസ്, അല്ലേ, P1 ഡിവൈഡ് ബൈ 1 പ്ലസ് KE, ക്ലിയർ, റേസ് ടു 1. അപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ എടുക്കുന്നത്. ക്ലിയർ. ഒരു ഇൻവെസ്റ്റർ ഇക്വിറ്റി ഷെയറിൽ നിക്ഷേപിച്ച ശേഷം 1 വർഷം വരെ അത് എടുത്തു വയ്ക്കുകയാണ്. ഹോൾഡിംഗ് പീരീഡ് എന്നാണ് അതിന് പറയുക. ക്ലിയർ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡ്. ക്ലിയർ. സോ ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 1 ഇയർ. സിംഗിൾ പീരീഡ് ആണെങ്കിൽ, ക്ലിയർ, നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിസ്കൗണ്ട് ചെയ്യും, അല്ലേ? ഇപ്പോൾ P0 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? D1 ഡിവൈഡ് ബൈ 1 പ്ലസ് KE, അല്ലേ, പ്ലസ് P1 ഡിവൈഡ് ബൈ 1 പ്ലസ് KE. ക്ലിയർ. ഇവിടെ KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. P1 എന്ന് പറയുന്നത് 1 വർഷത്തിൻ്റെ അവസാനം കിട്ടാവുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസാണ്. D1 എന്ന് പറയുന്നത് 1 വർഷത്തിൻ്റെ അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിവിഡൻഡ്.
ഇവിടെ കെ ഇ എന്ത് ചെയ്യും, നമ്മൾ ഒരു റേറ്റ് അസ്യൂം ചെയ്യണം. അപ്പോൾ ട്രയൽ ആൻഡ് എററിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കെ ഇ ഒരു റേറ്റ് അസ്യൂം ചെയ്ത് P0 തന്നിട്ടുണ്ടെങ്കിൽ P0 ഇക്വേറ്റ് ചെയ്ത് വരുന്ന ഏത് റേറ്റിലാണെന്ന് നോക്കുന്നു. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10% വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേറ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ റേറ്റ് എടുത്ത് ട്രൈ ചെയ്യുന്നു. ക്ലിയർ. എന്നിട്ട് ഇത് തുല്യമാകുണ്ടോ നോക്കൂ. പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും ഈക്വേറ്റ് ചെയ്ത് വരുന്നത് ഏത് റേറ്റിലാണ് നോക്കുന്നു. അങ്ങനെയുള്ള ഒരു റേറ്റിന് നമ്മൾ എന്ത് പറയുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയാം. ക്ലിയർ. So a cost of equity under discounted cash flow approach is that, clear, it is a rate of discount at which the present values of cash inflows from, clear, equity shares are equal to the present values of cash outflow. Clear. Single period valuation ആണ് ഇത്. മൾട്ടി പീരീഡ് വാല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫോമിൽ എന്താ അല്ലേ, P0 ഈക്വൽ ടു സമ്മേഷൻ ഓഫ് അല്ലേ ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ അല്ലേ ke raised to t plus pn divided by 1 plus ke raised to n. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, d1 divided by 1 plus ke raised to 1 plus d2 divided by 1 plus ke raised to 2 plus ഏതുവരെ അപ് ടു dn വരെ, dn divided by 1 plus ke raised to n വരെ ചെയ്ത് അതിനോടൊപ്പം എന്ത് ചെയ്യണം, ആ nth പീരീഡിൽ ഷെയർ വിൽക്കുകയാണെങ്കിൽ കിട്ടാവുന്ന പ്രൈസ് നമ്മൾ പി എന്ന് പറയും. ക്ലിയർ. 1 പ്ലസ് കെ റേസ് ടു എൻ കൂടെ ചേർക്കുന്നു. ക്ലിയർ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ സമ്മേഷൻ പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ. ഈ പ്രസൻറ്റ് വാല്യൂ P0 തുല്യമായിട്ട് വരുന്ന ഏത് റേറ്റിലാണോ അല്ലെ, ഏത് റേറ്റ് വെച്ച് കെ എടുത്താലാണോ, നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് എടുത്താലാണോ ഇത് രണ്ടും തുല്യമായിട്ട് വരിക, പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽസ് ടു പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് വരുന്നത്, ആ റേറ്റിനെ നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യുക ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് അനുസരിച്ച്. ക്ലിയർ. അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് അനുസരിച്ച് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ മൾട്ടി പീരീഡ് വാല്യുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇക്വിറ്റി വാല്യുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയൊക്കെ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും തുല്യമായിട്ട് വരുന്ന റേറ്റ് ആയിട്ടാണ് എടുക്കുക. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അത് IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിന് തുല്യമായിട്ട് വരും. ക്ലിയർ. അപ്പോൾ എത്തരത്തിലുള്ള ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിന് തുല്യമായിട്ട് വരുന്ന ഒരു റേറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നു. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എടുക്കുന്നതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്. ക്ലിയർ. ഇനി സപ്പോസ് ഇവിടെ എല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു സിംഗിൾ റേറ്റിലാണ് ഇതെല്ലാം ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല, മൾട്ടി സ്റ്റേജ് ഗ്രോത്തും വരാം. ക്ലിയർ. സിംഗിൾ സ്റ്റേജ് ഗ്രോത്തും ഉണ്ട്, മൾട്ടി സ്റ്റേജ് ഗ്രോത്തും ഉണ്ട്. എന്താ സിംഗിൾ സ്റ്റേജ് ഗ്രോത്ത്, ഒരേ ഗ്രോത്ത് തന്നെ എല്ലാ വർഷവും ഡിവിഡൻഡിൽ വരികയാണെങ്കിൽ നമ്മൾ ക്ലിയർ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് സിറ്റുവേഷൻ എന്ന് പറയും. കോൺസ്റ്റൻറ്റ് സിംഗിൾ സ്റ്റേജ്. ക്ലിയർ. ഒറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്നു എല്ലാ വർഷവും. പക്ഷേ മൾട്ടി സ്റ്റേജ് ഗ്രോത്തിൽ എന്താ വരുന്നത്, ഒന്നിൽ കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഡിവിഡൻഡിന് ഉണ്ടാവാം. ക്ലിയർ. ആദ്യത്തെ കുറച്ച് വർഷം ഒരു റേറ്റ് ആയിരിക്കും, കുറച്ച് പിന്നീട് കഴിയുമ്പോൾ വീണ്ടും വേറെ റേറ്റ് ആയിരിക്കും. ഇങ്ങനെ മൾട്ടി സ്റ്റേജ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് വരുന്നു. ക്ലിയർ. അപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ വരുമ്പോൾ മൾട്ടി സ്റ്റേജ് വാല്യുവേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും അല്ലേ, രണ്ട് റേറ്റ് പ്രധാനമായിട്ട് ഉണ്ടാവാം. ഒരു കോൺസ്റ്റൻറ്റ് റേറ്റും ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരു സൂപ്പർ ഗ്രോത്ത് റേറ്റും ഉണ്ടാവാം. ക്ലിയർ. സൂപ്പർ നോർമൽ ഗ്രോത്ത് എന്നാണ് നമ്മളതിന് പറയാം. ക്ലിയർ. ഒരു സൂപ്പർ നോർമൽ ഗ്രോത്ത് പീരീഡ് ഉണ്ടാവുന്നു ഇനീഷ്യലി, ദെൻ ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് പിന്നീട് ഉണ്ടാവുന്നു. ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ഈ സൂപ്പർ നോർമൽ ഗ്രോത്ത് പീരീഡിലുള്ള ഡിവിഡൻഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിവിഡൻസ്. ക്ലിയർ. സൂപ്പർ നോർമൽ ഗ്രോത്ത് പീരീഡിൽ എത്രയാണെന്ന്. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം പിന്നീട് എന്ത് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യും അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഗ്രോത്തിൻ്റെ കാര്യങ്ങളും എടുക്കണം. ക്ലിയർ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ എടുത്തിട്ട് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇവിടുത്തെ മാർഗം. ക്ലിയർ. ഓക്കെ. So dividends grow at different rates or stepped up growth in dividends എന്നാണ് പറയുക. ക്ലിയർ. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. അപ്പോൾ P0 ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ 1 പ്ലസ് കെ റേസ് ടു 1 അല്ലേ, പ്ലസ് D2 ഡിവൈഡ് ബൈ 1 പ്ലസ് കെ റേസ് ടു 2 പ്ലസ് അപ് ടു DN ഡിവൈഡ് ബൈ 1 പ്ലസ് കെ റേസ് ടു N പ്ലസ് PN ഡിവൈഡ് ബൈ 1 പ്ലസ് കെ റേസ് ടു N. ഈ രീതിയിൽ നമ്മൾ എടുത്ത് രണ്ടും തുല്യമായിട്ട് വരുന്നത് KE അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ഏത് റേറ്റിൽ എടുക്കുമ്പോഴാണ് നോക്കി ആ റേറ്റിനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ക്ലിയർ. അവിടെ D1 D2 D3 എന്നൊക്കെ പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ് കേട്ടോ, ഫ്യൂച്ചർ ഇയേഴ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ് Nth ഇയർ വരെ. ഓക്കെ. PN എന്ന് പറയുന്നത് എന്താ,
മാർക്കറ്റ് പ്രൈസ് ക്ലിയർ, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി nth പീരീഡ് ക്ലിയർ. ഇത് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് കഴിയുന്ന സമയത്ത് ക്ലിയർ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് കഴിയുമ്പോൾ എന്ത് പ്രൈസാണോ ഇക്വിറ്റി ഷെയർ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മാർക്കറ്റ് പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ ഇയർ ക്ലിയർ, ഇൻ വിച്ച് ഷെയർസ് ക്യാൻ ബി സോൾഡ് ക്ലിയർ. K equal to cost of equity. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു നോക്കൂ. Equity share of a company are currently selling at rupees 134 each clear, and it is currently paying a dividend of 3.5 per share. D0 ആണ് ഇത്. Then the dividend is expected to grow 15% for the 6 years. ആദ്യത്തെ 6 വർഷം ക്ലിയർ 15% വെച്ച്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആൻഡ് 8% thereafter, അതിന് ശേഷം 8% കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നു. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം ക്ലിയർ. അപ്പോൾ ഇത് D0 തന്നിട്ടുണ്ട്, D1, D2, D3, D4, D4, D6 വരെ കാൽക്കുലേറ്റ് ചെയ്തു ക്ലിയർ. അപ്പോൾ അതുപോലെ D7 കൂടെ നമ്മളെടുത്തു ക്ലിയർ. കാരണം 6 വർഷത്തേക്കാണ് നമ്മുടെ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. 7ാമത്തെ വർഷത്തെ ഡിവിഡൻഡ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തത് ക്ലിയർ. അപ്പോൾ D0, D1 അല്ലേ, ഇതെങ്ങനെയാണ് എടുത്തതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇവിടെ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ക്ലിയർ. ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് 15%. അപ്പോൾ 15% വെച്ച് നമ്മൾ എടുക്കണം അല്ലേ. 3.5 ഇൻറ്റു 1 + 0.15 അല്ലെങ്കിൽ 1.15 അത് വെച്ച് ചെയ്യുമ്പോൾ 4.25 കിട്ടും. പിന്നെ 4.63, 5.32, 6.23 ക്ലിയർ. ഇങ്ങനെ ചെയ്ത് വരണം. ഓക്കെ, ദെൻ 7ാമത്തെ വർഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്ലിയർ. അവിടെ എന്ത് ചെയ്തിരിക്കണു, 8% ഗ്രോത്ത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ക്ലിയർ. 8.10നോടൊപ്പം 8% ഗ്രോത്ത് കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 8.75 കിട്ടുക ക്ലിയർ. ദാറ്റ് ഈസ് 8.1 ഇൻറ്റു 1 + 0.08 ഓർ 1.08 ക്ലിയർ. അപ്പോഴാണ് 8.75. അങ്ങനെ 7th ഇയർ വരെയുള്ള എന്ത് കണ്ടുപിടിച്ചു, ഡിവിഡൻഡ് കണ്ടുപിടിച്ചു ക്ലിയർ. ഇപ്പോൾ D7 വരെയുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, 7th ഇയറിലുള്ള അല്ലേ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസ് നമുക്ക് 7th ഇയറിലുള്ള മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്കറിയാൻ പറ്റും. MP അല്ലേ, 6ാമത്തെ വർഷമാണ് 6 വർഷം വരെ 15% അല്ലേ. 6 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, പിന്നീട് 8% ആയിട്ടാണ് വരുന്നത് ക്ലിയർ. അപ്പോൾ 6ാമത്തെ വർഷത്തെ പ്രൈസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. സോ MP അറ്റ് ദി എൻഡ് ഓഫ് ദി 6th ഇയർ ഈക്വൽ ടു D7 / KE - G ക്ലിയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു MP equal to 8.75 divided by clear KE - 0.08 clear. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 0.08 ആണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ KE നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കൗണ്ട് റേറ്റ് അസ്യൂം ചെയ്ത് ട്രയൽ ആൻഡ് എററിലൂടെ എന്ത് ചെയ്യുന്നു ക്ലിയർ. ജസ്റ്റ് ലൈക്ക് IRR നമ്മൾ ചെയ്യുന്ന പോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ അത് ചെയ്ത് ഏത് റേറ്റിലാണോ നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ക്ലിയർ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയുള്ള P0 ദാറ്റ് ഈസ് 134 ആണ് നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലം ക്ലിയർ. അത് നമ്മൾ ഈ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രസൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ട്രയൽ റേറ്റ് അസ്യൂം ചെയ്ത് ക്ലിയർ. 6 വർഷത്തേക്കുള്ള ഡിവിഡൻഡ്, 6ാമത്തെ വർഷത്തിൻ്റെ അവസാനം കിട്ടുന്ന ഷെയറിൻ്റെ പ്രൈസ്, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ ആക്കി മാറ്റുന്നു ക്ലിയർ. പ്രസൻറ്റ് വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടി ഏതെങ്കിലും ഒരു റേറ്റ് ട്രൈ ചെയ്യുക. ഇവിടെ 12% വെച്ചിട്ടാണ് ആദ്യം ട്രയൽ ചെയ്തിരിക്കുന്നത് ക്ലിയർ. ദാറ്റ് ഈസ് 1, 2, 3 ഇയർ എഴുതി താഴെ 6 വർഷം വരെ എഴുതി 5, 6 എന്നൊക്കെ കൊടുത്തു. ക്യാഷ് ഫ്ലോസ് ഓരോ വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്തു, ഡിവിഡൻഡ് ആയിട്ടാണ് എഴുതുന്നത് ക്ലിയർ. ഫസ്റ്റ് ഇയറിൻ്റെ അവസാനത്തിലെ ഡിവിഡൻഡ്, 2nd ഇയർ, 3rd ഇയർ ക്ലിയർ, 5th, 6th ഒക്കെ എഴുതി. പിന്നെ 12% നിരക്കുള്ള പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് നമ്മൾ ടേബിൾ നോക്കി എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ക്ലിയർ. അപ്പോൾ അത് പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഡിവിഡൻഡ് 6 വർഷം വരെയുള്ള പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം 6ാമത്തെ വർഷത്തിൻ്റെ അവസാനം മാർക്കറ്റ് പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. മാർക്കറ്റ് പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നേരത്തെ നോക്കിയിരുന്നു അല്ലേ. 8.75 divided by KE നമ്മളിവിടെ 12% അസ്യൂം ചെയ്യുന്നതുകൊണ്ട് 0.12 മൈനസ് 0.08 ക്ലിയർ ഇൻറ്റു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ അതേ ഇൻറ്റു 0.507 എന്ന് പറയുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യുമ്പോൾ 110.906 കിട്ടും ക്ലിയർ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടി. PV of total cash inflow equal to 133.963 clear. This almost equal to 134 clear. അപ്പോൾ ഈ 12% നമുക്ക് എന്താ അസ്യൂം ചെയ്യാൻ പറ്റും, is the cost of equity നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ക്ലിയർ.
അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കാം, IRR മെത്തേഡിൽ ഉപയോഗിക്കാം. ക്ലിയർ? ഹോൾഡിംഗ് പീരീഡ് ഈൽഡ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഹോൾഡിംഗ് പീരീഡ് വരെ കിട്ടുന്ന ക്ലിയർ ആനുവലൈസ്ഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു അപ്രോച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കേസാണ് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അല്ലേ, 5 ഇയേഴ്സിൻ്റെ ഡിവിഡൻഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ D0 തന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അതിൽ നിന്ന് D1, D2, D3 ഇപ്പോൾ ഇങ്ങനെ കുറേയധികം ഡിവിഡൻസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ യൂസിങ് ദി എബോവ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻഡ്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ബേസ് പ്രീവിയസ് ഇയറിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റേറ്റ് കിട്ടും. ക്ലിയർ? ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർസ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് 135 per share. കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ഇഫ് ദി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് 3%. ഇങ്ങനെ 2-3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ G കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നേരത്തെ ഇത് നമ്മൾ നോക്കിയിരുന്നു അല്ലേ, 17.02 എന്ന് പറയുന്നത് എന്താ? G4 ആണ്. ക്ലിയർ? ഇപ്പോൾ കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ എടുത്ത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫാക്ടർ അനുസരിച്ചിട്ട് അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ D1 എന്ന് തന്നിട്ടുണ്ട്, D2 എന്ന് തന്നെ D2 മൈനസ് D1 ഡിവൈഡഡ് ബൈ D1 ഇൻറ്റു 100. ക്ലിയർ? അങ്ങനെയും ചെയ്യാം. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ക്ലിയർ മാർക്കറ്റ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് 135 ഇൻറ്റു 100 അല്ലേ, പ്ലസ് G ഗ്രോത്ത് റേറ്റ് കൂടെ. ക്ലിയർ? ദാറ്റ് ഈസ് D1 ഡിവൈഡഡ് ബൈ ഓക്കെ MP പ്ലസ് G. ആ രീതിയിൽ എടുക്കുമ്പോൾ 18.2% ആണ് വരിക. ക്ലിയർ? D1 ഈസ് ഗിവൺ അല്ലേ, D1 എന്ന് പറയാം ഇവിടെ എന്താണോ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന വാല്യൂ അത് വെച്ചെടുത്താൽ മതി. ഓക്കെ, ആവശ്യത്തെ എമൗണ്ടും വെച്ചിട്ട് എടുക്കാം. Then cost of a new equity share equal to expected dividend divided by current market price. Clear? Into 1 minus flotation cost plus G. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. Clear? So 17.87 is the expected dividend, 135 is the price. Clear? 3% ആണ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് വന്നപ്പോൾ 1 minus 3 എന്ന് പറയുമ്പോൾ നമുക്ക് 97.97 ആണ് കിട്ടുക അവിടെ. ക്ലിയർ? പ്ലസ് G കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6% പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 18.6% എന്ന് കിട്ടും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ജിയും അതുപോലെ തന്നെ കെയും ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇതുപോലെയുള്ള ഇല്ലുസ്ട്രേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ടാകും, എടുത്ത് നോക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് റെഗുലർ ക്ലാസ്സിൽ വരുമ്പോൾ നോക്കാം.